ഓസ്കാർ വേദിയിൽ മമ്മൂക്കയ്ക്ക് നിറഞ്ഞ കയ്യടി. ദ അക്കാഡമി മ്യൂസിയം ഓഫ് മോഷൻ പിക്ചേഴ്സിൽ ഭ്രമയുഗം ഇന്നലെ പ്രദർശിപ്പിച്ചു. ഓസ്കാർ വേദിയിൽ പ്രദർശിപ്പിക്കുന്ന ഏക ഇന്ത്യൻ ചിത്രമായി മാറിയിരിക്കുകയാണ് ഭ്രമയുഗം. ഇന്നലെ സ്പെഷ്യൽ ഗ്ലോബൽ സ്ക്രീനിങ്ങിൽ നിറഞ്ഞ സദസ്സിലായിരുന്നു ഈ സിനിമയുടെ പ്രദർശനം. മലയാള സിനിമയ്ക്കും ഇന്ത്യൻ സിനിമയ്ക്കും അഭിമാനത്തിന്റെ മുഹൂർത്തം സൃഷ്ടിച്ചു മമ്മൂക്കയുടെ ഭ്രമയുഗം. പ്രദർശനത്തിന് തൊട്ടു മുന്നോടിയായി ഈ സിനിമയെക്കുറിച്ചും മമ്മൂക്കയെക്കുറിച്ചും സ്പെഷ്യൽ മെൻഷനിങ് ഉണ്ടായിരുന്നു. അതിൽ തന്നെ എടുത്തു പറഞ്ഞത് ദ മോളിവുഡ് ലെജൻഡ് മമ്മൂട്ടി. ഹർഷാരവത്തോടെയാണ് സദസ്സ് ഈ വാക്കുകൾ ഏറ്റെടുത്തത്. ഫെബ്രുവരി 12 ടെറ്റ്മാൻ തിയേറ്ററിൽ ഭ്രമയുഗം പ്രദർശിപ്പിച്ചപ്പോൾ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ മറ്റൊരു നാഴികക്കല്ല് പിറക്കുകയായിരുന്നു. ഈ ഒരു സദസ്സിലെ ഏറ്റവും കൂടുതൽ മുഴുകി കേട്ടത് മമ്മൂക്കയുടെ പെർഫോമൻസ് തന്നെയായിരുന്നു. ഈ ഒരു ചിത്രം എന്തുകൊണ്ട് ഇന്ത്യ ഓസ്കാർ നോമിനേഷന് അയച്ചില്ല? ഓസ്കാർ വേദിയിൽ ഈ ഒരു ചിത്രം പ്രദർശിപ്പിച്ചപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ തോന്നിയ ചോദ്യം ഇതായിരുന്നു. പ്രീ സ്ക്രീനിങ് സ്പീക്കർ മമ്മൂക്കയും മോളിവുഡിനെയും കുറിച്ച് പറയുമ്പോൾ സദസ്സ് മാത്രമല്ല, ഓരോ മലയാളിയുടെയും മനസ്സുകൾ തുള്ളിച്ചാടുകയായിരുന്നു. ഡയറക്ടർ രാഹുൽ സദാശിവൻ, സിനിമയുടെ ഇതിവൃത്തം, മ്യൂസിക്, പ്രധാന താരങ്ങളായ അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ തുടങ്ങിയവരെ എല്ലാവരെയും ഈ ഒരു വേദിയിൽ പരാമർശിച്ചു. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ അഭിനന്ദനം ഏറ്റുവാങ്ങിയത് മമ്മൂക്കയുടെ സ്റ്റാൻഡ് ഔട്ട് പെർഫോമൻസ് ആയിരുന്നു. ഇന്ന് ഹോളിവുഡിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയാണ് മമ്മൂട്ടി. ഇനി വരുന്ന നാളുകളിൽ പല ഹോളിവുഡ് സിനിമകളിലേക്കും മമ്മൂക്ക എത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പ് തന്നെയാണ്. കാരണം ഇതുപോലെ ഇന്റർനാഷണൽ സ്റ്റഫുള്ള ഒരു നടൻ ഇന്ത്യൻ സിനിമയിൽ വേറെ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇന്ന് സോഷ്യൽ മീഡിയ മാത്രമല്ല മമ്മൂക്ക കൈയടക്കിയിട്ടുള്ളത്. ഇന്റർനാഷണൽ തരത്തിലുള്ള മാഗസീനുകളിലും ന്യൂസ് ചാനലുകളിലും പ്രധാന കണ്ടന്റായി എത്തിയിരിക്കുന്നത് മമ്മൂക്കയുടെ ഈ ഒരു പെർഫോമൻസ് തന്നെയാണ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ഇത്രത്തോളം വിസ്മയം തീർക്കുമെന്നുള്ളത് ആരും പ്രതീക്ഷിച്ചില്ല. പല അവാർഡുകൾ വാരിക്കൂട്ടി സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ ഇന്ന് ഈ സിനിമ എത്തി നിൽക്കുന്നത് ലോകത്തിന്റെ നെറുകയിൽ. ഇനി ദേശീയ അവാർഡ് കൂടി ലഭിക്കണം. ഇത് അർഹിക്കപ്പെടുന്ന അവകാശമാണ്. അത് തീർച്ചയായും ലഭിക്കണം. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.